നീറ്റ് 2024 എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം എത്ര മാർക്ക് ഉള്ളവർക്ക് അഡ്മിഷൻ കിട്ടുമെന്നുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിനൊരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുകയും അതിനുശേഷമുള്ള എൻ്റെ ഒരു അനലൈസിങ്ങുമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു പ്രതീക്ഷിക്കുന്നൊരു മാർക്ക് ഉണ്ടാവും അല്ലേ? ഇത്ര മാർക്കാണ് എനിക്ക് ലഭിക്കുക എന്നുള്ളത്. ആദ്യം തന്നെ പറയാനുള്ളത്, എത്ര മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ ലഭിക്കുന്നത് പറയാം, റാങ്ക് ബേസിലാണ് പറയാൻ സാധിക്കുക. പക്ഷേ ഇത്ര മാർക്ക് ലഭിച്ചവർക്ക് ഇത്ര റാങ്ക് വരെ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഈ വർഷം ഇത്രയും അധികം സീറ്റുകൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അധികം കുട്ടികളായിരിക്കും അതിൽ നിന്ന് ക്വാളിഫൈഡ് ആവുക. ഇങ്ങനെയുള്ള എൻ്റെ അനുമാനങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് എക്സാക്റ്റ് ആയിട്ട് റെഡി ആവണമെന്നില്ല, പക്ഷേ കഴിഞ്ഞ വർഷത്തിനെ കമ്പയർ ചെയ്തിട്ട് പറയുകയാണ്. കഴിഞ്ഞ വർഷമൊക്കെ നോക്കുന്ന സമയത്ത് എൻ്റെ പ്രഡിക്ഷൻസ് റെഡി ആയിരുന്നു എന്നുള്ളതാണ്. ആ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് ഈ വർഷവും ഞാൻ അതേ ഒരു സിനാരിയോയിൽ തന്നെ ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, കേരളത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ പോകുന്ന കാര്യമല്ല, ഓൾ ഇന്ത്യ ലെവലിൽ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു ചാൻസസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓൾ ഇന്ത്യ ലെവലിൽ വരുന്ന സീറ്റുകളുടെ 15% സീറ്റാണ് ആകെ അഡ്മിഷൻ എടുക്കുക. 15% സീറ്റ് ഓൾ ഇന്ത്യ ലെവൽ എല്ലാ കോളേജുകളിലുള്ള എല്ലായിടത്തുള്ള. അതുകൂടാതെ കുറച്ച് കോളേജുകൾ, എയിംസിൻ്റെ 20ഓളം വരുന്ന കോളേജുകളുടെ മുഴുവൻ സീറ്റുകൾ, ജിപ്മറിൻ്റെ മുഴുവൻ സീറ്റുകൾ, ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെ തുടങ്ങിയ ചില കോളേജുകളുടെ മുഴുവൻ സീറ്റുകൾ എടുക്കും. ഇതിലേക്കെല്ലാം കൂടിയാണ് ഓൾ ഇന്ത്യ ലെവലിൽ അഡ്മിഷൻ നടക്കുക. അവിടെ കഴിഞ്ഞ വർഷം ഓരോ കാറ്റഗറിക്കും ലഭിച്ചിരിക്കുന്ന അവസാന റാങ്കുകൾ ഞാൻ പറയുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട 3 ഫാക്ടറുകളുണ്ട്. ഏതൊക്കെയാണ് ഫാക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എത്ര സീറ്റുകളുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ്. കാരണം സീറ്റുകളുടെ എണ്ണം കൂടുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയും കൂടുക. അതേ സമയത്ത് തന്നെ സീറ്റുകളുടെ എണ്ണം കൂടിയിട്ട് കാര്യമല്ല, ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എത്ര പേര് അപ്ലൈ ചെയ്തെന്നുള്ളത് ബാധിക്കും. പിന്നെ മറ്റൊരു ഘടകമാണ് എക്സാമിനേഷൻസിൻ്റെ ഡിഫിക്കൽട്ടി. നമുക്കറിയാം, ഡിഫിക്കൽട്ടി കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്കോർ കുറയും, അപ്പോൾ കട്ട് ഓഫ് കുറയും. ഡിഫിക്കൽട്ടി കുറഞ്ഞു കഴിഞ്ഞാലോ സ്കോർ കൂടും, കട്ട് ഓഫ് കൂടും. അപ്പോൾ നല്ല മാർക്ക് ഉണ്ടെങ്കിലും കിട്ടാനുള്ള ചാൻസ് എന്ത് ചെയ്യും, കുറയും. കഴിഞ്ഞ വർഷമൊക്കെ ഇപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പോൾ ഈ 3 മേജറായിട്ടുള്ള ഘടകം. പിന്നെ കൗൺസിലിംഗ് നടക്കുന്ന പ്രൊസീജിയേഴ്സും ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഈ 3 കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ ഇല്ല എന്നുള്ളത് പ്രധാനമായിട്ടും വിലയിരുത്തുക. ഈ വർഷം എത്ര സീറ്റാണ് കൂടാനുള്ളത്, അതിനൊരു അനാലിസിസ് നോക്കാം. 56 പുതിയ മെഡിക്കൽ കോളേജുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈ 56 മെഡിക്കൽ കോളേജിന് അപ്രൂവൽ ലഭിക്കുക എന്നുള്ളത് ഒരു ഉറപ്പില്ല. ഒരു അപ്രോക്സിമേറ്റ്ലി 40 മെഡിക്കൽ കോളേജുകൾക്ക് അപ്രൂവൽ ലഭിക്കുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ 40 × 100 ഏകദേശം ഒരു 4000 സീറ്റ് കൂടാനുള്ള ചാൻസ് അവിടെ കാണുന്നുണ്ട്. 4500 സീറ്റാണ് അപ്പോൾ ആകെ വർദ്ധിക്കുന്നത്. അതിൻ്റെ 15% എന്ന് പറയുന്ന 675 അതായത് ഏകദേശം 700 സീറ്റോളമാണ് ഈ ഒരു വർഷം വർദ്ധിക്കാൻ ചാൻസ് ഉള്ളത്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തിൻ്റെ സീറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ 7% മാത്രമാണ് സീറ്റ് വർധന ഉണ്ടായിരിക്കുന്നത്. ഇത്രയും കോളേജിലൊക്കെ വരുന്നുണ്ടെങ്കിലും ഓൾ ഇന്ത്യ ലെവലിലേക്ക് വരുമ്പോൾ 7% സീറ്റ് വർധന ഉണ്ടായിരിക്കും. ഇത് കേൾക്കുമ്പോൾ പല ആളുകൾക്കും ചിലപ്പോൾ ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറയുന്നത്. നമ്മൾ കുറേ പോസിറ്റിവിറ്റി കൊടുത്ത് അല്ലെങ്കിൽ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ആ സമയത്ത് സീറ്റ് കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ കാണാറുണ്ട്. നിങ്ങളൊരു ബി പ്ലാനും കൂടെ ഉണ്ടാക്കി വെക്കുക. സപ്പോസ് എനിക്കിത് ലഭിച്ചിട്ടില്ല, എനിക്ക് പ്രൈവറ്റിലേക്ക് പോകാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കോഴ്സുകളിലേക്ക് മാറുമോ, BDSലേക്ക് മാറുമോ, ഇങ്ങനത്തെ ഒരു പ്ലാൻ എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ 7% സീറ്റാണ് ടോട്ടൽ സീറ്റിൻ്റെ വർദ്ധിക്കാൻ ചാൻസ് ഉള്ള കാര്യം. അങ്ങനെ 7% സീറ്റ് കൂടിയെന്ന് അറിയുമ്പോൾ തന്നെ തിരിച്ചറിയേണ്ട മറ്റൊരു റിയാലിറ്റി, 2022 ആകെ നീറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് 18,72,343 കുട്ടികളായിരുന്നു. അപ്പിയർ ചെയ്തത് 17,64,571 കുട്ടികളും ക്വാളിഫൈഡ് ആയത് 9,93,069 കുട്ടികളുമായിരുന്നു 2022 കണക്ക് പ്രകാരം. ഇത് 2023 20,87,462 കുട്ടികൾ രജിസ്റ്റർ ചെയ്യുകയും ഏകദേശം 20,38,596 കുട്ടികൾ അപ്പിയർ ചെയ്യുകയും ചെയ്തു. ക്വാളിഫൈഡ് ആയിരിക്കുന്നത് 11,45,976 ആളുകളാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? ഏകദേശം എത്രമാത്രം കുട്ടികളുടെ ക്വാളിഫൈഡ് ആയ കുട്ടികളുടെ എണ്ണം കൂടി, അതായത് സീറ്റ് കിട്ടാനുള്ള ചാൻസ് കുറഞ്ഞു. 2024 നോക്കുന്ന സമയത്ത് 24 ലക്ഷം ആളുകളാണ് എക്സാമിനേഷന് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഒരു അപ്രോക്സിമേറ്റ് കണക്ക് പറയുകയാണെങ്കിൽ ഒരു 22,80,000 ആളുകളെങ്കിലും അത് അപ്പിയർ ചെയ്തിട്ടുണ്ടാവും.
അതിൽ നിന്ന് അതിനൊരു 56% ഒക്കെ എടുത്തു വരുന്ന സമയത്ത് ഏറെക്കുറെ 12,54,000 ആളെങ്കിലും ക്വാളിഫൈഡ് ആവും എന്നുള്ളതാണ് നമ്മുടെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും വലിയ രീതിയിലുള്ള ഒരു ക്വാളിഫിക്കേഷൻസ്, ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കണം. കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിലും 1,00,000-ലധികം കുട്ടികൾ ക്വാളിഫൈഡ് ആയവരുണ്ടാവും. സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻസ് എന്ന് പറയുന്നത് കൂടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിലും അധികം മാർക്കുള്ള കുട്ടികൾക്ക് മാത്രം തന്നെയായിരിക്കും ഈ വർഷവും അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത. അത് എത്ര മാർക്കുള്ളവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 7% സീറ്റ് വർധന ഉണ്ടായപ്പോൾ 9% കുട്ടികളിലും വർധനവുണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ടോട്ടൽ സീറ്റുകൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഏത് റാങ്കിലാണ് 2022, 2023 വന്നിരിക്കുന്നത്, 2024 എത്ര റാങ്കുള്ളവർക്ക് ലഭിക്കുമെന്നുള്ള അനലൈസിംഗിലേക്ക് പോവാം. ഇപ്പോൾ 2021-ലെയും 2022-ലെയും 2023-ലെയും ഡാറ്റയെ ആസ്പദമാക്കിയിട്ട് 2024 ഒരു പ്രഡിക്ഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്താ അറിയണം, 2023-ലെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയണം. 2023 ആകെ ഓൾ ഇന്ത്യ സീറ്റ് എന്ന് പറയുന്നത് 8,705 സീറ്റായിരുന്നു. അന്ന് ജനറൽ റാങ്ക് കയറിയിരിക്കുന്നത് 21,227 ആയിരുന്നു. അവരുടെ മാർക്ക് എന്ന് പറയുന്നത് 595 മാർക്കായിരുന്നു. 2022-ലേക്ക് എത്തിയപ്പോൾ 9,660 സീറ്റാണ് ഓൾ ഇന്ത്യ ലെവലിൽ ഉണ്ടായിരുന്നത്. അവിടെ ജനറൽ റാങ്ക് വന്നിരിക്കുന്നത് 22,706 ആയിരുന്നു. 596 മാർക്കുള്ള ഒരു കുട്ടിക്ക് കിട്ടി. കമ്പയർ ചെയ്യുമ്പോൾ 1,479 റാങ്ക് അധികമുള്ളൊരു കുട്ടിക്ക് 21-നെക്കാളിലും ഉള്ള കുട്ടിക്കാണ് 2022 അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് സീറ്റ് വർധന ഉണ്ടായിട്ടുണ്ട്. ഇത് 2023-ലേക്ക് ഇത് വീണ്ടും സീറ്റ് വർദ്ധിച്ചു, 10,072 സീറ്റ് എന്നുള്ള രീതിയിലേക്ക് വന്നു. അതായത് 2022 സീറ്റ് കമ്പയർ ചെയ്യുമ്പോൾ 412 സീറ്റാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ 23,674 ഒരു കുട്ടിക്കാണ് സീറ്റ് ലഭിച്ചത്. അതായത് കമ്പാരിറ്റീവ്ലി 941 റാങ്കിന്റെ വർധനവുണ്ടായി. പക്ഷെ അവിടെ സ്കോറിൽ വലിയ രീതിയിലുള്ള മാറ്റം വന്നു. 600 കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് കോളേജ് സെക്യൂർ ആയിരുന്നു. 596 കിട്ടിയ 610 കിട്ടിയ ഒരു ജനറൽ കാറ്റഗറിക്കാരനാണ് പിന്നീട് എന്ത് ചെയ്തത് 2023 അഡ്മിഷൻ ലഭിച്ചത് എന്നുള്ളതാണ് അവിടെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ വർഷം നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കൂടി, നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുകയും കമ്പാരിറ്റീവ്ലി എക്സാമിനേഷൻസിൻ്റെ ഈസിനെസ് വർദ്ധിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റാങ്കുകൾ എന്ത് ചെയ്യും, റാങ്കുകൾക്ക് അനുസരിച്ചിട്ട് മാർക്കുകൾ കൂടും. നല്ല മാർക്കുള്ള ആളുകൾക്ക് കുറഞ്ഞ റാങ്കിലേക്ക് എന്ത് ചെയ്യും വരാനുള്ള ചാൻസ് ഈ വർഷം കൂടുതലാണ്. അങ്ങനെ പ്രഡിക്ഷൻ വരുമ്പോൾ 2024 നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന 700 സീറ്റും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10,772 സീറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് 25,174 മുതൽ 25,674 വരെയുള്ള റാങ്കുള്ള ആളുകളായിരിക്കും പോവുക. ഇവരുടെ ഒരു മാർക്ക് നമ്മുടെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് 615 മുതൽ 620 വരെയാണ്. അപ്പോൾ 615 മുതൽ 620 വരെ റാങ്കുള്ള ഒരു കുട്ടിക്കായിരിക്കും ഈ ഒരു വർഷം ഓൾ ഇന്ത്യ ലെവലിൽ ഒരു MBBS സീറ്റിന് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇത് 100% ശരിയാവണമെന്നൊന്നുമില്ല. ഇതാണ് വിലയിരുത്തൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാനും വേണ്ടി ഒരുപാട് ആളുകൾ കൺഫ്യൂസ്ഡ് ആവുന്നതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു പ്ലാൻ മേക്ക് ചെയ്യാം. ഇനി OBC SC ST കാറ്റഗറിക്കാർക്ക് ഏത് റാങ്കിൽ പ്രതീക്ഷിക്കാം അതും കൂടെ ഞാൻ പറയാം. EWS കാറ്റഗറി എൻ്റെ ഒരു അനുമാനം 610 മുതൽ 614 വരെ മാർക്കുള്ളവർക്കായിരിക്കും ലഭിക്കുക. 26,513 മുതൽ 27,013 വരെയാണ് വരിക. OBCയും ഏറെക്കുറെ 615 മുതൽ 620 വരെ മാർക്കുള്ളവർക്കായിരിക്കും ലഭിക്കുക. അവരുടെ റാങ്ക് എന്ന് പറയുന്നത് 25,175 മുതൽ 25,675 വരെ എന്നുള്ളതാണ്. SC ഏകദേശം 452 മുതൽ 490 വരെ മാർക്ക്. 1,35,558 മുതൽ 1,43,000 സംതിങ് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. STയുടേത് 450 മുതൽ 455 വരെ, 1,80,000 മുതൽ 1,85,000 വരെയുള്ള റാങ്കുകൾ പ്രതീക്ഷിക്കാം. ഇതെൻ്റെ ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. ഇത് റെഡി ആവുമെന്നുള്ളത് ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്, ചില ആളുകൾക്ക് സമാധാനം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, ചില ആളുകൾക്ക് സമാധാനം കൂടാൻ ചാൻസ് ഉണ്ട്. രണ്ടാണെങ്കിലും നിങ്ങളൊരു ബോർഡർ ലൈനിലൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഒരു B പ്ലാനും കൂടെ ക്രിയേറ്റ് ചെയ്യാനുമാണ് ശ്രമിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നേരെ വിളിക്കരുത്, എല്ലാവരുടെയും കോൾ എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വിളിച്ചിട്ട് ഫോൺ ചെയ്യുന്നുള്ള പരാതി ഉണ്ടാവരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെക്കാളും കാണുന്ന പല ആളുകളും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, സമയത്തിനനുസരിച്ചായിരിക്കും റീപ്ലൈ നൽകുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ നീറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഞാൻ ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കളും ഇതേപോലെ ഇൻഫോർമേഷൻ ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ട്. അവരിലേക്ക് ഞങ്ങളുടെ ചാനൽ പരിചയപ്പെടുത്തുക. ഞാൻ സെയ്ഫ് വാളപ്ര, ദ ക്ലാരിറ്റി മാറ്റർ. താങ്ക് യു ഫോർ വാച്ചിങ്.